ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നിരപരാധികളെ കൊന്നൊടുക്കുന്ന തീവ്രവാദത്തിന്റെ വേരറക്കേണ്ടത് ഇന്ത്യയുടെ നിലനിൽപ്പിന് അനിവാര്യമെന്ന് MK രാഘവൻ MP. കോഴിക്കോട് കോർപ്പറേഷൻ അഴിമതികൾ നടത്തുകയാണെന്നാരോപിച്ച് ക്യാമ്പയിൻ സംഘടിപ്പിക്കുമെന്ന് DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ. കോഴിക്കോട് ജില്ലാ ലൈബ്രറി കൗൺസിൽ വികസന സമിതി പുസ്തകോത്സവം മെയ് 16 മുതൽ 19 വരെ സ്റ്റേഡിയം ഗ്രൗണ്ടിൽ. അന്യായമായി പിഴ ചുമത്തുന്ന മോട്ടോർ വകുപ്പ് നയം തിരുത്തണമെന്ന് NJTUC മോട്ടോർ ആൻഡ് എഞ്ചിനീയറിംഗ് വർക്കേഴ്സ് യൂണിയൻ. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. അതിർത്തി കടന്നെത്തി നിരപരാധികളെ കൊന്നൊടുക്കുന്ന തീവ്രവാദത്തിന്റെ വേരറക്കേണ്ടത് ഇന്ത്യയുടെ നിലനിൽപ്പിന് അനിവാര്യമെന്ന് MK രാഘവൻ MP. ഇന്ത്യൻ സൈനികർക്ക് അഭിവാദ്യമർപ്പിച്ച് മാനാഞ്ചിറ സ്ക്വയറിൽ നടത്തിയ ദീപം തെളിയിക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MP. ഭീകരവാദത്തിനെതിരെ സമാധാനത്തിനായി പോരാടുന്ന ഇന്ത്യൻ സൈനികർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്ക്, MVR ക്യാൻസർ സെന്റർ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നീ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ മാനാഞ്ചിറ സ്ക്വയറിൽ ഇന്ത്യൻ മനുഷ്യ ഭൂപടം തീർത്ത് വെളിച്ചം പ്രകാശിപ്പിച്ചു. കോഴിക്കോട് മുതലക്കുളം മൈതാനത്തു നിന്നും ആരംഭിച്ച റാലി മാനാഞ്ചിറ സ്ക്വയറിൽ സമാപിച്ചു. മാനാഞ്ചിറ സ്ക്വയറിൽ ഭീകരവിരുദ്ധ പ്രതിജ്ഞയും ദീപം തെളിയിക്കലും നടത്തി. ബാങ്ക് ജനറൽ മാനേജർ സാജു ജെയിംസ് പ്രതിജ്ഞ ചൊല്ലി. രാജ്യത്തിന്റെ ഐക്യത്തെയും അഖണ്ഡതയെയും ശിഥിലമാക്കുന്ന വർഗീയ വിധ്വംസ ശക്തികൾക്കെതിരെ ഞാൻ എന്നും നിലകൊള്ളുന്നതായിരിക്കും. MK രാഘവൻ MP സന്ദേശം നൽകി. ചടങ്ങിൽ വീരമൃത്യു വരിച്ച ധീരജവാന്മാർക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ട് പുഷ്പാർച്ചന നടത്തി. തീവ്രവാദികളെ മറയാക്കി ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ യുദ്ധം ആരംഭിച്ചിട്ട് സ്വാതന്ത്ര്യ സമര കാലത്തോളം പഴക്കമുണ്ടെന്ന് MP പറഞ്ഞു. പഹൽഗാമിലും ഇതാണ് ആവർത്തിച്ചത്. പാകിസ്ഥാൻ പൗരന്മാർക്ക് ജീവഹാനി സംഭവിക്കാതെ തീവ്രവാദ കേന്ദ്രങ്ങളെ മാത്രം ലക്ഷ്യമാക്കിയ ഓപ്പറേഷൻ സിന്ദൂറിൽ പങ്കെടുത്ത സൈനികർ ഓരോ ഭാരതീയന്റെയും അഭിമാനമാണെന്നും തീവ്രവാദത്തെ ചെറുക്കേണ്ടത് രാജ്യത്തിന്റെ പരമാധികാരത്തിന് അനിവാര്യമാണെന്നും MP കൂട്ടിച്ചേർത്തു. 9 ഭീകര കേന്ദ്രങ്ങൾ തകർക്കുക മാത്രമല്ല, വീണ്ടും പാകിസ്ഥാൻ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ പ്രതിരോധിക്കാനും തുടർന്ന് പാകിസ്ഥാനിലെ ജനങ്ങൾക്ക് ഒരു അപകടവും പറ്റാത്ത രീതിയിൽ തിരിച്ചടിക്കാനുമുള്ള നേതൃത്വപരമായ പങ്ക് നമുക്കൊരിക്കലും നിഷേധിക്കാൻ കഴിയില്ല. ആ ധീര പോരാട്ടത്തിന് നേതൃത്വം നൽകിയ മുഴുവൻ സൈനികർക്കും ഒരു ബിഗ് സല്യൂട്ട് നൽകാൻ ഞാൻ അവസരം ഇവിടെ ഉപയോഗിക്കുകയാണ്. പരിപാടിയിൽ MVR ക്യാൻസർ സെന്റർ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാൻ CN വിജയകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്ക് ചെയർപേഴ്സൺ പ്രീമ മനോജ്, ഡോക്ടർ നാരായണൻകുട്ടി വാര്യർ, ഡോക്ടർ NK മുഹമ്മദ് ബഷീർ തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് കോർപ്പറേഷൻ അഴിമതികൾ നടത്തുകയാണെന്നാരോപിച്ച് കമ്മീഷൻ കോർപ്പറേഷൻ സേവ് കോർപ്പറേഷൻ എന്ന ക്യാമ്പയിൻ കോൺഗ്രസ് നടത്തുമെന്ന് DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ. വാഹന പ്രചരണ ജാഥയ്ക്ക് KPCC ജനറൽ സെക്രട്ടറി PM നിയാസ് നേതൃത്വം നൽകും. മെയ് 27-ന് കോർപ്പറേഷൻ ഉപരോധിക്കുമെന്നും പ്രവീൺ പറഞ്ഞു. ഞെളിയൻപറമ്പിൽ ബയോ മൈനിങ് ക്യാമ്പിംഗ് പ്രവൃത്തിയുടെ കരാറെടുത്ത സോണ്ട ഇൻഫ്രാടെക് പ്രൈവറ്റ് ലിമിറ്റഡുമായി ഉണ്ടാക്കിയ കരാറാണ്. ഈ കമ്പനി കരാറെടുത്ത് യാതൊരു പ്രവൃത്തി ചെയ്യാതെ ഏതാണ്ട് 3.25 കോടി രൂപ കൊടുത്തത് ഈ ദിനത്തിലാണ് കൊടുത്തത്. എന്തിനാണ് കൊടുത്തത്? ഈ 3.25 കോടി രൂപ കോർപ്പറേഷൻ കൊടുത്തതോടുകൂടി ഈ കമ്പനി നടത്തിയ പ്രവൃത്തി എന്താണ്? ഇതിനുമായി അഴിമതി. ഈ വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കോൺഗ്രസ് ഈ നഗരസഭയെ അഴിമതിക്കാരുടെ കൈകളിൽ നിന്ന് മോചിപ്പിക്കാനുള്ള അന്തിമ പോരാട്ടം.
അഴിമതിയുടെയും കൊള്ളയുടെയും സ്വജനപക്ഷപാതത്തിന്റെയും പ്രതിരൂപമായി കോഴിക്കോട് കോർപ്പറേഷൻ മാറിയെന്നാരോപിച്ചാണ് ക്യാമ്പയിൻ നടത്തുന്നത്. കോർപ്പറേഷനിലെ 75 വാർഡുകളിലെയും ജനങ്ങളെ ഇത് നേരിട്ട് കണ്ട് ബോധ്യപ്പെടുത്തുകയാണ് ലക്ഷ്യമിടുന്നത്. KPCC ജനറൽ സെക്രട്ടറി PM നിയാസ് നയിക്കുന്ന വാഹന പ്രചരണ ജാഥ മെയ് 20 മുതൽ 24 വരെ എല്ലാ ഡിവിഷനുകളിലും പര്യടനം നടത്തും. അഴിമതിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പൊതുജനങ്ങളുമായും സ്ഥാപനങ്ങൾ, വീടുകൾ എന്നിവിടങ്ങളിലും നേരിട്ടെത്തി സംവദിക്കും. 27 രാവിലെ 9 മുതൽ കോർപ്പറേഷൻ വളഞ്ഞ സമ്പൂർണ്ണ ഉപരോധവും സംഘടിപ്പിക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് ജില്ലാ ലൈബ്രറി കൗൺസിൽ വികസന സമിതി സംഘടിപ്പിക്കുന്ന 21ാമത് പുസ്തകോത്സവം മെയ് 16 മുതൽ 19 വരെ കോർപ്പറേഷൻ സ്റ്റേഡിയം ഗ്രൗണ്ടിൽ നടക്കും. മേയർ ബീന ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്യും. നമ്മളിപ്പോൾ 105ഓളം സ്റ്റാളുകളാണ് അവിടെ സ്ഥലപരിമിതി വെച്ചുകൊണ്ട് അതിന്റെ മാക്സിമമാണ് കൊടുക്കുന്നത്. ഇപ്പം ഏകദേശം ഒരു 105ഓളം ഇപ്പം തന്നെ ആയിട്ടുണ്ട്. അത് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് കോഴിക്കോട് നഗരത്തിലെയും കോഴിക്കോട് ജില്ലയിലും പ്രധാനപ്പെട്ട എല്ലാ പ്രസാധകരെയും അത് ഉൾപ്പെടുത്താൻ വേണ്ടി നമ്മൾ പ്രധാനമായിട്ട് ആലോചിച്ചിട്ടുണ്ട്. അതിന്റെ കൂടെ നമ്മുടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള പ്രസാധകരെയും കൂടി ഉൾക്കൊള്ളും. പുസ്തകോത്സവത്തിന്റെ ഭാഗമായി എല്ലാ ദിവസങ്ങളിലും വിവിധ സാഹിത്യ, സാംസ്കാരിക കലാപരിപാടികൾ നടക്കുമെന്ന് ലൈബ്രറി കൗൺസിൽ ഭാരവാഹികൾ അറിയിച്ചു. കേരളത്തിനകത്തും പുറത്തുമുള്ള പ്രസാധന രംഗത്തെ നിരവധി സ്ഥാപനങ്ങളും പുസ്തകോത്സവത്തിൽ പങ്കെടുക്കും. ഗ്രന്ഥശാലകൾക്കും പുസ്തക പ്രേമികൾക്കും ആകർഷകമായ വിലക്കുറവിൽ എല്ലാതരം പുസ്തകങ്ങളും ലഭ്യമാക്കുന്ന സൗകര്യമാണ് പുസ്തകോത്സവത്തിൽ ഏർപ്പെടുത്തിയിട്ടുള്ളതെന്ന് ഭാരവാഹികളായ N. ഉദയൻ, K. ചന്ദ്രൻ മാസ്റ്റർ തുടങ്ങിയവർ അറിയിച്ചു. ഈ പുസ്തകോത്സവം എന്നത് തികച്ചും കോഴിക്കോടിന്റെ സാംസ്കാരിക പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു സാംസ്കാരിക ഉത്സവമായി മാറുമെന്ന കാര്യത്തിലാണ്, അല്ലെങ്കിൽ മാറ്റണമെന്ന കാര്യത്തിലാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. അന്യായമായി പിഴ ഈടാക്കുന്ന മോട്ടോർ വകുപ്പ് നയം തിരുത്തണമെന്ന് NJTUC മോട്ടോർ ആൻഡ് എഞ്ചിനീയറിംഗ് വർക്കേഴ്സ് യൂണിയൻ ജില്ലാ നേതൃയോഗം കോഴിക്കോട്ട് നടന്നു. നവജനശക്തി കോൺഗ്രസ് ദേശീയ പ്രസിഡന്റ് മനോജ് ശങ്കരനല്ലൂർ ഉദ്ഘാടനം ചെയ്തു. നവജനശക്തി കോൺഗ്രസ് തൊഴിലാളി സംഘടന NJTUC മോട്ടോർ ആൻഡ് എഞ്ചിനീയറിംഗ് വർക്കേഴ്സ് യൂണിയൻ കോഴിക്കോട് ജില്ലാ നേതൃയോഗം മെയ് 13 രാവിലെ 11 മണിക്ക് കോഴിക്കോട് ചെറൂട്ടി റോഡിൽ ഗാന്ധിഗ്രഹം ഹാളിൽ നടന്നു. നവജനശക്തി കോൺഗ്രസ് ദേശീയ പ്രസിഡന്റ് മനോജ് ശങ്കരനെല്ലൂർ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ കേന്ദ്ര സർക്കാരിന്റെ മുന്നിൽ തൊഴിലാളികൾ അടിയറി പറയേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ടാകും. സർവത്ര മേഖലയിൽ, കരാർ മേഖലയിലടക്കം കരാർ തൊഴിലാളികളെ നിയമിച്ചുകൊണ്ട് ഈ രാജ്യത്തെ തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്ന തരത്തിലുള്ള സാഹചര്യമാണുള്ളത്. അന്യായമായി പിഴ ഈടാക്കുന്ന മോട്ടോർ വകുപ്പ് നയം തിരുത്തണമെന്നും മോട്ടോർ തൊഴിലാളികൾക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാർ ക്ഷേമനിധി ഉൾപ്പെടെ സഹായങ്ങൾ വർദ്ധിപ്പിക്കണമെന്നും അസംഘടിതരായ തൊഴിലാളികൾക്ക് അവരുടെ വ്യക്തി ജീവിതത്തിലും തൊഴിൽ മേഖലയിലും സുരക്ഷ ലഭ്യമാകുന്ന സാമൂഹ്യ സുരക്ഷാ പദ്ധതി നടപ്പിലാക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. 21 അംഗ ജില്ലാ കമ്മിറ്റികൾക്ക് രൂപം നൽകി. ജില്ലാ കൺവീനർ സഹദ് കുറ്റിച്ചിറ അധ്യക്ഷത വഹിച്ചു. പ്രസിഡന്റ് NM ഗണേഷ് ബാബു, വൈസ് പ്രസിഡന്റ് സഹദ് കുറ്റിച്ചിറ, സെക്രട്ടറി ബാലകൃഷ്ണ കുറുപ്പ്, ട്രഷറർ ഇർഷാദ് മീൻചന്ത, അനീഷ് മലാപ്പറമ്പ്, KK മുഹമ്മദ്, രവീന്ദ്രൻ കാരപ്പറമ്പ്, വിനീഷ് മാവൂർ റോഡ്, അനിൽകുമാർ കുന്നമംഗലം, സതീഷ് പൊറ്റമ്മൽ, പത്മാവതി കുറ്റിക്കാട്ടൂർ തുടങ്ങിയ നേതാക്കൾ പങ്കെടുത്തു. അംഗങ്ങൾക്ക് മെമ്പർഷിപ്പും വിതരണം ചെയ്തു. ദിനീഷ് കോവൂർ നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചെമ്മനൂർ ഇന്റർനാഷണൽ ജുവലർ. ഹോം അപ്ലയൻസസിന്റെയും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിന്റെയും കിച്ചൺ അപ്ലയൻസസിന്റെയും നിങ്ങൾ ആഗ്രഹിക്കുന്ന കളക്ഷനുമായി നടക്കാവിൽ മൈജി ഫ്യൂച്ചർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്.
എല്ലാ പർച്ചേസുകൾക്കും മികച്ച ഓഫറുകളും മറ്റെങ്ങുമില്ലാത്ത വിലക്കുറവും എന്ന നിങ്ങളുടെ ആഗ്രഹം ഇനി നടക്കാവിൽ നടക്കും. നടക്കാവിൽ ഒരു പുതിയ മൈജി സ്റ്റോർ വന്നിരിക്കുകയാണ്. മൈജിയുടെ വിജയങ്ങളുടെ യാത്ര തുടരുന്നത് കാണുമ്പോൾ വലിയ സന്തോഷമുണ്ട്. നടക്കാവ് മൈജി ഫ്യൂച്ചറിലെത്തൂ. നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന പ്രോഡക്ട്സ് സ്വന്തമാക്കൂ. നടക്കാവിൽ ഇനി എല്ലാം നടക്കും. മൈജി ഫ്യൂച്ചർ നടക്കാവിൽ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ഡൗൺ സിൻഡ്രോം ട്രസ്റ്റിന്റെ സിൽവർ ജൂബിലി ആഘോഷവും സംസ്ഥാന അവാർഡ് ദാനവും നടത്തി. കോഴിക്കോട് BMH കോളേജ് ഓഫ് നഴ്സിംഗ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് മന്ത്രി AK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 1/4 നൂറ്റാണ്ടായി ഡൗൺ സിൻഡ്രോം എന്ന അവസ്ഥയുള്ളവരുടെ കൂട്ടായ്മ എല്ലാ വർഷവും ഒത്തുചേരാറുണ്ട്. ഡൗൺ സിൻഡ്രോം ട്രസ്റ്റിന്റെ സിൽവർ ജൂബിലി ആഘോഷവും സംസ്ഥാന അവാർഡ് ദാനവും മന്ത്രി AK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിലെ ഇത്തരം കുട്ടികളുടെ ഉന്നമനത്തിനായി സർക്കാർ കൂടെയുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. ദോസ്ത് സ്ഥാപക ചെയർമാനും കേരള ദോസ്ത് സപ്പോർട്ട് ഗ്രൂപ്പ് പ്രസിഡന്റുമായ ഡോക്ടർ ഷാജി തോമസ് ജോൺ അധ്യക്ഷനായി. ഡൗൺ സിൻഡ്രോം ഉള്ള കുട്ടികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും വേണ്ടി കഴിഞ്ഞ 25 വർഷമായിട്ട് നമ്മൾ ചെയ്തു വരുന്ന ഒരു പരിപാടിയാണിത്. എല്ലാ മാസവും കൃത്യമായിട്ട് 2ാം ഞായറാഴ്ച നമ്മൾ കൂട്ടായ്മ ഉണ്ടാകാറുണ്ട്. ആണ്ടിലൊരിക്കൽ നമ്മൾ ഇതുപോലൊരു സംഗമം നടത്താറുണ്ട്. ഇപ്രാവശ്യം നടത്തിയത് 25ാം വാർഷിക ദിനത്തോടനുബന്ധിച്ച് ഉള്ളൊരു മെഗാ പരിപാടിയായിരുന്നു. ഇതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് കുട്ടികൾക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണം എന്ന് മാതാപിതാക്കളെയും മറ്റുള്ളവരെയും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ദോസ്ത് അവാർഡ് തൃശൂർ സ്വദേശി ഡോക്ടർ P ഭാനുമതിയും വടക്കൻ പരവൂർ സ്വദേശി അനഘ ദിനേശും മന്ത്രിയിൽ നിന്നും ഏറ്റുവാങ്ങി. കഴിഞ്ഞ വർഷത്തെ സംസ്ഥാന സർക്കാരിന്റെ സർഗാത്മക ബാലിക അവാർഡ് ലഭിച്ച ആൻമൂക്കനെയും അമ്മ പിൻസി ജീൻ മൂക്കനെയും ആദരിച്ചു. ദോസ്ത് അംഗങ്ങളിൽ അർഹരായവർക്ക് സഹായ വിതരണം നടത്തി. ഡോക്ടർ K ഗായത്രി, കമൽ കോയംബ്രോൺ, ഡോക്ടർ MK ജയരാജ്, ഡോക്ടർ TV രാജേഷ്, അഡ്വക്കേറ്റ് ദിനേശ് A, റാഫി P ദേവസി, T നാസർ ബാബു, സെക്രട്ടറി ജോബി ജോർജ് എന്നിവർ സംബന്ധിച്ചു. ഡൗൺ സിൻഡ്രോം ഉള്ള കുട്ടികളിലെ അസ്ഥി സംബന്ധമായ വിഷയങ്ങളെക്കുറിച്ച് ഡോക്ടർ ഈശ്വർ TR സെമിനാർ നടത്തി. വിവിധ കലാപരിപാടികളോടെ വാർഷികാഘോഷം സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേരള UAE യാത്രാ കപ്പൽ സർവീസ് ആരംഭിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കണമെന്ന് മലബാർ ഡെവലപ്മെന്റ് കൌൺസിൽ ചെയർമാൻ ഷവലിയർ CE ചാക്കുണ്ണി. സർക്കാരിന്റെ 4ാം വാർഷികത്തിന്റെ ഭാഗമായി ക്ഷണിക്കപ്പെട്ടവരുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ സംവാദത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള UAE കപ്പൽ സർവീസിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വളരെയധികം പ്രോത്സാഹനം നൽകി അതിന് മലബാർ കൌൺസിൽ വളരെയധികം ശ്രദ്ധിച്ചിരുന്നു. അങ്ങേറ്റത്തെ സഹകരണമാണ് ടൂറിസം മന്ത്രി, അന്നത്തെ ടൂറിസം മന്ത്രിയുടെ ഇപ്പോൾ ടൂറിസം എല്ലാവരും വരുന്നത്. 4 ഇന്റർനാഷണൽ എയർപോർട്ട് ഉണ്ടെങ്കിലും മലബാറിലെ യാത്രക്കാരിപ്പോഴും കൊച്ചിയും മറ്റും മാത്രമാണ് ആശയങ്ങളുടെ ആവശ്യമുണ്ട്. ആ കാര്യത്തിൽ ചർക്കനീതിനെ ഉപകരിക്കുന്ന രീതിയിൽ ആദ്യം കൊച്ചി UAE പിന്നീട് പരിഗണന രീതിയുമായി അഭ്യർത്ഥിക്കുന്നു. സർക്കാരിന്റെ എല്ലാ നല്ല പ്രവർത്തനങ്ങളും എല്ലാ പിന്തുണ പ്രഖ്യാപിച്ചു. കോഴിക്കോട്ട് വെച്ച് നടന്ന സംവാദത്തിന് ശേഷം മലബാർ ഡെവലപ്മെന്റ് കൌൺസിൽ പ്രസിഡന്റ് ഷവലിയർ CE ചാക്കുണ്ണിയിൽ നിന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ മെമ്മന്റോ സ്വീകരിച്ചു. ചടങ്ങിൽ CSI മലബാർ മഹാ ഇടവക ബിഷപ്പ് ഡോക്ടർ റോയ്സ് വിക്ടർ, കേരള കൌൺസിൽ ഓഫ് ചർച്ചസ് സംസ്ഥാന ട്രഷറർ റവറൻ ഡോക്ടർ TI ജെയിംസ്, ബിഷപ്പ് സെക്രട്ടറി റവറൻ രാജു ചീരൻ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തലക്കുളത്തൂർ ശ്രീ പാലോറ ശിവക്ഷേത്രത്തിൽ ചെണ്ട വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റം മെയ് 18 നടക്കും. ക്ഷേത്രത്തിലെ നവീകരണ കലശ ചടങ്ങുകൾ 1 വർഷം കൊണ്ട് പൂർത്തിയാക്കുമെന്നും വിവിധ പരിപാടികൾ അതിന്റെ ഭാഗമായി നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. പിന്നെ അതുപോലെ തന്നെ ഈ 18-ാം തീയതി ജില്ലയിലെ അറിയപ്പെടുന്ന ചെണ്ട മേള കലാകാരനായ ശ്രീ വിനോദ് മാരാട് കാഞ്ഞിരശ്ശേരിയുടെ ചെണ്ടമേള അരങ്ങേറ്റം ക്ഷേത്രത്തിൽ തന്നെ അഭ്യസിപ്പിച്ചെടുത്ത കുട്ടികൾ ഉൾപ്പെടെയുള്ള 30ഓളം പേരുടെ ചെണ്ടമേള അരങ്ങേറ്റമുണ്ട്. പിന്നെ അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിലെ പ്രശസ്ത പ്രഭാഷകനായ പ്രമോദ് ഐക്കർപ്പടിയുടെ പ്രഭാഷണവും 25-ാം തീയതി
ഞായറാഴ്ചയുണ്ട്. പിന്നെ പതിവ് നടക്കാറുള്ളത് പോലെ ജൂലൈ 3 പ്രതിഷ്ഠാ ദിനം. ശ്രീ പാലോറ ശിവക്ഷേത്രത്തിലെ നവീകരണ കലശം 1 വർഷം കൊണ്ട് പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. 1 കോടിയോളം ചെലവ് വരുന്നതിനാൽ 1 മുതൽ 5000 വരെയുള്ള സംഖ്യകളുള്ള നറുക്കെടുപ്പ് പദ്ധതി ശ്രീ മഹാദേവ സമർപ്പണം എന്ന പേരിൽ മഹായജ്ഞമായി ആരംഭിച്ചു. മെയ് 18 ഞായറാഴ്ച കാഞ്ഞിരശ്ശേരി വിനോദ് മാരാരുടെ കീഴിൽ ചെണ്ട അഭ്യസിച്ച കുട്ടികൾ ഉൾപ്പെടെയുള്ളവരുടെ അരങ്ങേറ്റം വൈകിട്ട് നടക്കും. 25 നവീകരണത്തിന്റെ പ്രാധാന്യം എന്ന വിഷയത്തിൽ പ്രമോദ് ഐക്കരപ്പടിയുടെ പ്രഭാഷണവും നടക്കും. ജൂലൈ 3 ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനം. വാർത്താസമ്മേളനത്തിൽ പ്രസിഡന്റ് ഗിരീഷ് കുമാർ അമ്പ്രമോളി, സെക്രട്ടറി ജോബിഷ് തലക്കുളത്തൂർ, നവീകരണ കമ്മിറ്റി ചെയർമാൻ ജയനാരായണൻ മാക്കഞ്ചേരി, കൺവീനർ സുരേഷ് മാടമ്പത്ത് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കാടിന്റെ സ്വച്ഛതയിലും കടലിന്റെ ആഴപ്പരപ്പിലും കഴിയുന്ന അപൂർവ പക്ഷികളുടെ പ്രദർശനവുമായി ചിറകടികൾ. പ്രദർശനത്തിന്റെ 3ാം എഡിഷനാണ് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ ആരംഭിച്ചത്. വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള പക്ഷി നിരീക്ഷകരുടെയും പക്ഷി ഫോട്ടോഗ്രാഫർമാരുടെയും കൂട്ടായ്മയായ കോഴിക്കോട് ബേർഡേഴ്സ് ആണ് ചിറകടികൾ 3ാം എഡിഷൻ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ കൂട്ടായ്മയിലെ ഫസൽ കൊടുവള്ളി, സിജോ മറ്റത്തിൽ, വിനീത അനീഷ്, MC അനീഷ്, നിജിൻ മോഹൻ, ജിജു വിനോദ്, ഡോക്ടർ വി വിനോദ് കുമാർ, അജിത് എലത്തൂർ, N യദു പ്രസാദ്, PM മുജീബ്, മുഹമ്മദ് ഹിറാഷ്, നെസ്രു തിരൂർ എന്നിവരെടുത്ത 45 പക്ഷികളുടെ ഫോട്ടോകളാണ് പ്രദർശനത്തിലുള്ളത്. പ്രദർശനം സോഷ്യൽ ഫോറസ്ട്രി ഉത്തരമേഖല കൺസർവേറ്റർ R കീർത്തി ഉദ്ഘാടനം ചെയ്തു. പരിപാടിയുടെ കോർഡിനേറ്റർ മുഹമ്മദ് ഹിറാഷ് അധ്യക്ഷത വഹിച്ചു. പൂക്കോട് വെറ്ററിനറി കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ RL രതീഷ്, അസിസ്റ്റന്റ് കൺസർവേറ്റർ ഇംതിയാസ്, ഡോക്ടർ വിനോദ്, നസ്രു തിരൂർ, ജിജു വിനോദ്, MC അനീഷ് എന്നിവർ പ്രസംഗിച്ചു. നല്ലൊരു ആത്മബന്ധം എല്ലാവരും തമ്മിലുണ്ട്. മറ്റു ഫോട്ടോയിൽ ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സിനെ പേഴ്സണലായിട്ട് അറിയുന്നത് കൊണ്ടാണ് അത്യാവശ്യം നല്ല ഈഗോയും ഒരുപാട് ഇതൊക്കെ വർക്ക് ചെയ്യുന്നത്. പക്ഷെ അതിനൊക്കെ വ്യത്യസ്തമായി വളരെ സ്നേഹമായിട്ട് നല്ല രീതിയിൽ അതിന്റെ സന്ദേശം മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രതിജ്ഞാബദ്ധരായിട്ടുള്ള ഒരു കൂട്ടം ബേർഡേഴ്സാണ് കോഴിക്കോടുള്ളത് എന്നുള്ള അതിന്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞു എന്നുള്ള ഒരു അഭിമാനത്തോടെ നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും. പ്രദർശനം 18 സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വേപ്പുര റെസിഡൻസ് അസോസിയേഷൻ വാർഷിക കുടുംബ സംഗമം പനങ്ങാട്ട് വീട്ടുപരിസരത്ത് നടന്നു. ഐഡിയ സ്റ്റാർ സിംഗർ ഫെയിം വൈഗ സുധീഷ് ഉദ്ഘാടനം ചെയ്തു. വേപ്പുര റെസിഡൻസിന്റെ 8ാമത് വാർഷികമാണ് വിപുലമായി സംഘടിപ്പിച്ചത്. വൈഗ സുധീഷ് ഉദ്ഘാടനം നിർവഹിച്ചു. പ്രസിഡന്റ് KP ആനന്ദൻ അധ്യക്ഷനായിരുന്നു. 47ാം ഡിവിഷൻ കൗൺസിലർ ഗിരിജ, CEO BRA സെക്രട്ടറി KC ബാബു, വേപ്പുര രക്ഷാധികാരി M രാജഗോപാൽ എന്നിവർ സംസാരിച്ചു. കലാസന്ധ്യയും ഒരുക്കിയിരുന്നു. അസോസിയേഷൻ അംഗങ്ങൾ ഒരുമിച്ചുള്ള രാത്രി ഭക്ഷണത്തിന് ശേഷമാണ് പരിപാടികൾ അവസാനിപ്പിച്ചത്. റെസിഡൻസ് അസോസിയേഷൻ എക്സിക്യൂട്ടീവ് അംഗം വസീം അഹമ്മദ്, സെക്രട്ടറി അരുൾദാസ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. ഉദ്യോഗാർത്ഥികളിൽ സ്കിൽ ഡെവലപ്മെന്റും സാമ്പത്തിക സാക്ഷരതയും ലക്ഷ്യമിട്ട് കോഴിക്കോട് ഫിൻസ്കോം സൊല്യൂഷൻസ്
പ്രൈവറ്റ് ലിമിറ്റഡ് പ്രവർത്തനം ആരംഭിച്ചു. MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ കമ്മ്യൂണിക്കേഷൻ ലാബ് സംവിധാനത്തിന് വലിയ സാധ്യതകളുണ്ടെന്ന് MK രാഘവൻ MP പറഞ്ഞു. തൊഴിൽ സ്ഥാപനങ്ങൾക്ക് ഉചിതമായ ഉദ്യോഗാർത്ഥികളെ പരിശീലിപ്പിക്കുന്ന സ്ഥാപനമാണ് ഫിൻസ്കോം സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ്. സ്ഥാപനത്തിന്റെ ഉദ്ഘാടനവും ലോഗോ ലോഞ്ചും MK രാഘവൻ MP നിർവഹിച്ചു. മികച്ച തൊഴിൽ നേടാൻ ഭാഷാ പരിചയമുള്ള കഴിവ് അനിവാര്യമാണ്. ഇതിനായി കേരളത്തിൽ കമ്മ്യൂണിക്കേഷൻ ലാബ് സംവിധാനത്തിന് വലിയ സാധ്യതകൾ ഉണ്ടെന്ന് MP പറഞ്ഞു. കേരളത്തിൽ നിർബന്ധമായി ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ലാബ് ആരംഭിക്കാൻ പറ്റുമോ നിങ്ങൾ ആലോചിക്കണം. നല്ല നല്ല ഫാക്കൽറ്റിയെ കൊണ്ടുവന്ന് ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾക്ക് അല്ലെങ്കിൽ +2 കഴിഞ്ഞ കുട്ടികൾക്ക് ഇതും കൂടി നൽകാൻ സാധിക്കുമോ എന്നുള്ളതിനെ കുറിച്ച് ഫിൻസ്കോം ഗൗരവമായി ആലോചിക്കണം. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഒരുപാട് നല്ല വളരെ പ്രശസ്തമായിട്ടുള്ള ഡീംഡ് യൂണിവേഴ്സിറ്റികളുണ്ട്. അവരുടെ ഒരു ക്യാമ്പസ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കണം. കാരണം ന്യൂജൻ കോഴ്സുകൾ ഇഷ്ടംപോലെ അവർക്കുണ്ട്. അധ്യാപന രംഗത്തെ പരിചയവും ബിസിനസ് രംഗത്തെയും HR മേഖലയിലെ അനുഭവ സമ്പത്തും ഫിൻസ്കോമിന് ഉപയോഗപ്പെടുത്തുമെന്ന് ചെയർമാൻ അബ്ദുൽ ജലീൽ ഇടത്തിൽ പറഞ്ഞു. ചാർട്ടേഡ് അക്കൌണ്ടന്റ് നേതൃത്വം നൽകുന്ന പ്രൊഫഷണൽ അക്കൌണ്ടിംഗ് കോഴ്സ്, GST, ഇൻകം ടാക്സ്, അഡ്വാൻസ് എക്സൽ എന്നിവ ഓൺലൈനായും ഓഫ്ലൈനായും ലഭ്യമാക്കും. BCom, BBA കോഴ്സ് പൂർത്തിയാക്കിയവർക്കും പഠിക്കുന്നവർക്കും ഫിൻസ്കോം കോഴ്സിന്റെ ഭാഗമാകാം. 3 മുതൽ 5 മാസം വരെ കാലാവധിയുള്ള ഫിൻസ്കോം അക്കാദമിക് സംഘം തയ്യാറാക്കിയ പ്രത്യേക സിലബസ് അടിസ്ഥാനപ്പെടുത്തിയ കോഴ്സുകൾ ലഭ്യമാക്കുന്ന ഫിൻസ്കോമിൽ സ്കിൽ ഡെവലപ്മെന്റും സാമ്പത്തിക സാക്ഷരത ലഭ്യമാക്കുകയാണ് ലക്ഷ്യമിടുന്നതെന്ന് CEO ലിൻഡോ നാരായണൻ പറഞ്ഞു. ഫിൻസ്കോം ടാർഗറ്റ് ചെയ്യുന്ന 2 സെഗ്മെന്റ്സ് ആണ്. ഒന്ന്, നമ്മൾ BCom BBA പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സ്കില്ല് ഇമ്പാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ബിക്കോസ് നമുക്കറിയാം ദർ ഇസ് എ ഗ്യാപ്പ്, ഒരു ഇൻഡസ്ട്രിയൽ അക്കാദമിക് ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്തുകൊണ്ട് ഏറ്റവും മികച്ച ജോബിലേക്ക് കുട്ടികളെ പ്ലേസ് ചെയ്യിക്കുക എന്നുള്ളതാണ് ഫിൻസ്കോം ടാർഗറ്റ് ചെയ്യുന്നത്. അതേസമയം നമുക്കൊരു ജോബ് ലഭിച്ചു, അവിടെ നമുക്ക് പ്രോപ്പർ ഇൻകം ഉണ്ട്. പക്ഷെ ആ ഇൻകത്തെ നമുക്ക് എങ്ങനെ ഇഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാം, എങ്ങനെ ഏറ്റവും നല്ല വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ അതിനെ എംപ്ലോയ് ചെയ്യാം എന്നറിയുന്ന ഫിനാൻഷ്യൽ ലിറ്ററസി. നമുക്കറിയാം അതൊരിക്കലും എഡ്യൂക്കേഷൻ്റെ കൂടെ സംഭവിക്കുന്ന കാര്യമല്ല, ദാറ്റ് മസ്റ്റ് ലേൺ. സോ ആ ഒരു സൊസൈറ്റിക്ക് വേണ്ട ഫിനാൻഷ്യൽ ലിറ്ററസി പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്നതും ഫിൻസ്കോമിനെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ചടങ്ങിൽ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ VV നിതിൻ, ചീഫ് ട്രെയിനർ നിർമ്മൽ ദാസ്, നിലമ്പൂർ മാർത്തോമ കോളേജ് റിട്ടയർഡ് പ്രിൻസിപ്പൽ ഡോക്ടർ രാജീവ് തോമസ്, കാലടി യൂണിവേഴ്സിറ്റി റിട്ടയർഡ് രജിസ്ട്രാർ ഡോക്ടർ ഗോപാലകൃഷ്ണൻ, ഫറൂഖ് കോളേജ് റിട്ടയർഡ് പ്രിൻസിപ്പൽ പ്രൊഫസർ EP ഇമ്പിച്ചിക്കോയ, KP വീരാൻകുട്ടി, റോട്ടറി സൈബർ സിറ്റി പ്രസിഡന്റ് സക്കീർ ഹുസൈൻ മുല്ലവീട്ടിൽ, മെറാൾഡ ജ്വൽസ് ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് ഉണ്ണി ഒളകര, പേരാമ്പ്ര ആർട്സ് ആൻഡ് സയൻസ് കോളേജ് തരുവായി ഹാജി സിൽവർ, നവാസ് പൂനൂർ, GMI പ്രസിഡന്റ് എഞ്ചിനീയർ PC റഷീദ്, അക്കാദമിക് ഹെഡ് CI അജിൻ V തോമസ് തുടങ്ങിയവർ സംബന്ധിച്ചു. അരയിടത്തുപാലം നോബൽ ബിൽഡിംഗ് 4ാമത്തെ ഫ്ലോറിലാണ് സ്ഥാപനം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന YouTube ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിരപരാധികളെ കൊന്നൊടുക്കുന്ന തീവ്രവാദത്തിന്റെ വേരറക്കേണ്ടത് ഇന്ത്യയുടെ നിലനിൽപ്പിന് അനിവാര്യമെന്ന് MK രാഘവൻ MP. കോഴിക്കോട് കോർപ്പറേഷൻ അഴിമതികൾ നടത്തുകയാണെന്നാരോപിച്ച് ക്യാമ്പയിൻ സംഘടിപ്പിക്കുമെന്ന് DCC പ്രസിഡന്റ് K പ്രവീൺ കുമാർ. കോഴിക്കോട് ജില്ലാ ലൈബ്രറി കൌൺസിൽ വികസന സമിതി പുസ്തകോത്സവം മെയ് 16 മുതൽ 19 വരെ സ്റ്റേഡിയം ഗ്രൗണ്ടിൽ. അന്യായമായി പിഴ ചുമത്തുന്ന മോട്ടോർ വകുപ്പ് നയം തിരുത്തണമെന്ന് NJTUC മോട്ടോർ ആൻഡ് എഞ്ചിനീയറിംഗ് വർക്കേഴ്സ് യൂണിയൻ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God, Chemanur International Jewelers.